ഏഴോം കൈപ്പാടിൽ കൂനയെടുക്കൽ പ്രവർത്തിക്ക് തുടക്കമായി. ഇത്തവണ ഹിറ്റാച്ചിയും രംഗത്ത്. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. വടക്കൻ കേരളത്തിന്റെ കുട്ടനാടെന്നാണ് ഏഴോം പ്രദേശം അറിയപ്പെടുന്നത്. കനത്ത ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന കൈപ്പാട് ഏറെ പ്രത്യേകതയുള്ളതാണ്. കൈപ്പാട് കൃഷിയുടെ തുടക്ക പ്രവർത്തനമായ കൂനയെടുക്കലിന് യന്ത്രമില്ല എന്ന കർഷകരുടെ ആവലാതിക്ക് ഒരു പരിഹാരമായി ഇത്തവണ ഏഴോം അകത്തെ കൈപ്പാടിൽ മിനി ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് കൂനയെടുക്കൽ പ്രക്രിയ നടക്കുന്നത്. ഇത്തരത്തിൽ കൂനയൊരുക്കുമ്പോൾ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. കൈപ്പാട് നന്നായി ഉണങ്ങിയിരിക്കണം. മഴ പെയ്താൽ തന്നെ വെള്ളം കനാലിലേക്ക് സുഗമമായി ഒഴുകിപ്പോകേണ്ട ഇടച്ചാലുകളും കൈത്തോടുകളും നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. ഹിറ്റാച്ചിയെ കൂടാതെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ കർഷകനും മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർമാനുമായ പി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ കൈപ്പാട് കൃഷിക്ക് കൂനയൊരുക്കൽ നടക്കുന്നത്. 5ഓളം കർഷകരും കൂനയൊരുക്കാനായി രംഗത്തുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ കാലങ്ങളായി കൈപ്പാട് കൃഷിപ്പണിക്കായി ഉണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങൾ കാരണം അവർക്ക് കൈപ്പാട് കൃഷിയിലെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ഇത് കർഷകരെ കൂടുതൽ ബാധിച്ചിട്ടുമുണ്ട്. നമ്മുടെ ഈ കൈപ്പാട് കൃഷി സാധാരണ രീതിയിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ വരൾച്ച, പിന്നെ മാത്രമല്ല ഈ മേഖലയിലേക്ക് ആളുകളെ ആകർഷണമില്ല. അപ്പോൾ ഈ വലിയ പ്രതിസന്ധിയിലാണ് അനുഭവിക്കുന്നത്. എന്താണെന്നാലും ഈ മേഖലയിൽ മാത്രമാണ് ഇപ്പോൾ യന്ത്രവൽക്കരണം ഇതുവരെ സാധ്യമാവാത്തത്. നമുക്കറിയാം, എല്ലാ മേഖലയിലും യന്ത്രവൽക്കരണം സാധ്യമായ സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് കാർഷിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഈ കൈപ്പാടിൻ്റെ ഈ മേഖലയിൽ യന്ത്രവൽക്കരണം ഇതുവരെയും ആയില്ല. ഇപ്പോൾ കാർഷിക സർവകലാശാല ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഫലപ്രദമായില്ല. ഏതായാലും നമ്മുടെ ഇപ്പോൾ മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു കാർഷിക സർവകലാശാലയുടെ സഹായത്തോടുകൂടെ ഒരു ഹിറ്റാച്ചി അതിൻ്റെ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരീക്ഷണമാണ്. നേരത്തെ നമ്മൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വേണ്ടത്ര നമുക്കിപ്പോൾ ഈ കൂന കൂട്ടുന്നതിനൊന്നും വലിയ സ്കില്ലിലെ വർക്ക് തന്നെയാണ് അത്. അപ്പോൾ ആ മേഖലയിലേക്ക് ആളിപ്പം കുറേ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നവർ ഈ രംഗത്ത് ഒരുപാടില്ല. അതുകൊണ്ട് ഇങ്ങനെ അതിനെ പരിഹരിക്കാൻ ഇതുപോലുള്ള യന്ത്രവൽക്കരണം എങ്ങനെ സാധ്യമാക്കുന്നില്ലതിൻ്റെ പരീക്ഷണം നടക്കുന്നത്. ഏതായാലും ഇത് വിജയകരമായി പോകുന്ന നമ്മൾ വലിയ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമുക്ക് കൃഷിക്കാർക്ക് ഗുണപ്രദമായ രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇന്നലെയാണ് ഇത് തുടങ്ങിയത്. ഇന്നലെ ഒരു 6 മണിക്കൂറോളം ഈ മെഷീൻ ഇവിടെ പ്രവർത്തിച്ചു. ഡോക്ടർ വനജ ഇതിനൊരു നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു എഞ്ചിനീയർ ഇവിടെ വന്ന് ഇന്നലെ ഫുൾ ഡേ അതിൻ്റെ ഒരു മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഇത്ര സ്ഥലം, 1 ഏക്കർ എത്ര സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുന്ന പരീക്ഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഫലപ്രദമായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ ഏതായാലും ഈ നിലവിലുള്ള പ്രതിസന്ധി കൈപ്പാട് കൃഷിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് തോന്നുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഒരു സഹായം കൂടെ നമുക്കൊരു ഇതുവരെ ലഭിക്കാത്തൊരവസ്ഥ നിലവിലുണ്ട്. അതിൻ്റെ നിയമപരമായ തടസ്സം എന്തോ പുതിയ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നയം, അതിൻ്റെ മാറ്റം, അതിൻ്റെ പേര് മാറ്റത്തിലൂടെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആവാത്ത ഒരു പ്രശ്നമുണ്ടെന്നാണ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിൻ്റെ ഈ നിലമൊരുക്കുന്ന സഹായം വലിയതായിരുന്നു. അപ്പോൾ അത് നമുക്കിപ്പോൾ ഈ പ്രാവശ്യം ലഭ്യമായിട്ടില്ല ഇതുവരെയും. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഈ മേഖലയിൽ പരിഹരിക്കാൻ കുറേയും കൂടെ സഹായകരമാവണമെങ്കിൽ അതൊക്കെ നമുക്ക് വരണം. ഏതായാലും ഇതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു യന്ത്രവൽക്കരണം അതിലൂടെ ഈ കൂന നിർമ്മിക്കാം എന്ന ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറെ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം തന്നെ സാധ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖലാ ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും ഗവേഷണ കേന്ദ്രം മേധാവിയുമായ ഡോക്ടർ ടി വനജയുടെ പദ്ധതിയിലാണ് യന്ത്രവൽക്കരണ പരീക്ഷണങ്ങൾ നടക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രദേശമാണ് പ്രകൃത്യാ ജൈവകൃഷി ചെയ്യുന്ന നാച്ചുറൽ ഫാമിംഗ് ട്രാക്റ്റ് ആയിട്ടുള്ള തീരദേശ നെൽകൃഷി ഭൂമി സ്ഥലങ്ങൾ. അത് ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട്. ആഫ്രിക്കയിലായാലുണ്ട്, ഗോവയിലായാലുണ്ട്, കേരളത്തിൽ തെക്ക് ഭാഗത്തുള്ള പൊക്കാളിയുണ്ട്. വടക്ക് ജില്ലകളിലുള്ള നാച്ചുറൽ ഫാമിംഗ് ട്രാക്റ്റാണ് കൈപ്പാട്. കൈപ്പാടിൻ്റെ പ്രവർത്തനങ്ങളുമായി കൈപ്പാടിൻ്റെ ഉന്നമനത്തിനായിട്ട് 2000 മുതൽ കേരള കാർഷിക സർവകലാശാല പല റിസർച്ച് പ്രോജക്റ്റിലൂടെയും ഇനവികസനവും അതിനെ തുടർന്ന് കൈപ്പാട് അരിക്ക്
ഭൗമസൂചിക പദവിയും പിന്നീട് ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എക്സ്പോർട്ട് മാർക്കറ്റിലടക്കം ആമസോൺ മാർക്കറ്റിലടക്കം നമ്മൾ ലിങ്ക് ചെയ്തിട്ടുമെല്ലാം ഉണ്ട്. ഇതിനുള്ള ഒരു ആവശ്യകത ഇപ്പോൾ ബാക്കിയിരിക്കുന്നത് ഈ മേഖലയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് യന്ത്രവൽക്കരണം ഒരു സ്ഥായിയായ രീതിയിൽ ഇതുവരെ ആയിട്ടില്ലായിരുന്നു. 3 പ്രധാന മെക്കനൈസേഷൻ സ്റ്റേജുകളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ആദ്യത്തെ കൂനയെടുക്കൽ, രണ്ടാമത്തത് കൂന ഞാറ്റടി കൊത്തിച്ചാടൽ, മൂന്നാമത്തത് വെള്ളത്തിലുള്ള കൊയ്ത്താണ്. ഇപ്പോൾ നടക്കുന്നത് നമ്മൾ പല മെഷീനുകളും സ്റ്റാൻഡർഡൈസ് ചെയ്തു. അതിൽ ഈ ഒരു മിനി ഹിറ്റാച്ചി അതാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. മിനി ഹിറ്റാച്ചിയുടെ ബക്കറ്റ് കൊണ്ട് നമ്മൾ കൂനയെടുത്ത് നടക്കുന്നുണ്ട്. അതിൽ നല്ല ഡ്രൈ ആയിരിക്കണം. ഇപ്പോൾ ഈ കൈപ്പാട് നന്നായിട്ട് വെള്ളം വറ്റിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ കർഷകർ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള കൂന തന്നെ ഇപ്പോൾ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതേപോലെ നമുക്കിനി കൂന കൊത്തിച്ചാടലും എല്ലാം നമുക്ക് ഡിസൈൻ ചെയ്താക്കാനുണ്ട്. എല്ലാ കർഷകരും ഈ ഒരു ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഴ വരുന്നതിന് മുമ്പേ നല്ല ഡ്രൈ ആക്കി, നല്ല കെട്ടിക്കാച്ചി, നമ്മൾ പറയുന്ന കെട്ടിക്കാച്ചിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഉപ്പുവെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കവും എന്ന പ്രകൃതിദത്ത താളം പിന്തുടർന്ന് കൃഷി നടത്തുന്ന രീതിയാണ് കൈപ്പാട് നെൽകൃഷി. ഉപ്പുരസമുള്ള മണ്ണിൽ എല്ലാതരം നെൽവിത്തുകളും വളരാനാകില്ല. അത്തരം അവസരത്തിൽ തന്നെ പൊരുത്തപ്പെടുന്ന പ്രത്യേക ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷിയിടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മണ്ണിൻ്റെ സ്വഭാവം മുൻനിർത്തിയും കൂടിയാണ്. യാതൊരുവിധ രാസവള പ്രയോഗമോ രാസസസ്യ സംരക്ഷണ നടപടികളോ പുറമേ നിന്നുള്ള ജൈവവള പ്രയോഗമോ ഇവിടെ നടത്തേണ്ടതില്ല എന്നതാണ് കൈപ്പാട് ആവാസ വ്യവസ്ഥയുടെ പ്രത്യേകത. ഈ മേഖലയിൽ നിന്നും ലഭിക്കുന്ന അരി തികച്ചും ജൈവ ഉൽപ്പന്നമാണ്. ജൈവസമ്പുഷ്ടതയുടെയും തദ്വാര ഉൽപ്പാദന മികവിൻ്റെയും ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പ്രോജക്റ്റ് വഴി കർഷകർക്ക് സബ്സിഡി കൃഷിഭവൻ മുഖേന നൽകുന്നു. യുവതലമുറയെ കൈപ്പാട് കൃഷിയിലേക്ക് ആകർഷിക്കാൻ പഞ്ചായത്തും കൃഷിവകുപ്പും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും കൈപ്പാട് കൃഷിയിൽ കൂടുതൽ യന്ത്രവൽക്കരണം സാധ്യമാകുകയാണെങ്കിൽ കർഷകർക്ക് ഇത് ഗുണകരമാകും. ഗുണമേന്മ കൊണ്ട് ഭൗമസൂചികയിൽ ഇടം നേടിയ ഏഴോം നെല്ലിലൂടെ ആരോഗ്യത്തിന് ഗുണകരമായ ഔഷധ ഗുണവും പോഷകമൂല്യവും ഉള്ള അരിയാണ് ഏഴോം കൈപ്പാട് അരി. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഇതിന് ഏറെയാണ്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ഏഴോം കൈപ്പാടിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.